ഇന്ന് നമുക്ക് പാലപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. അതിനു വേണ്ടി നമുക്കൊരു കടായി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ. അടുപ്പ് കത്തിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇടാം. ഇത് 2-3 വർഷം പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 4 ഏലക്ക ഒന്നറ്റം പൊട്ടിച്ചിടും. നല്ല അതിൻ്റെ ഒരു മണമൊക്കെ ഇറങ്ങും. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, കുറച്ച് കറിവേപ്പില ഇടുക, പച്ചമുളക് 4 പച്ചമുളക് കീറുക, അതിലോട്ട് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഒന്ന് വൈറ്റ് കളറായിട്ട് വരട്ടെ, ഒന്ന് വാടി. അതിലോട്ട് കുറച്ച് ഉപ്പിടാം. ചിക്കൻ ഒന്ന് വാടി വരട്ടെ. ചിക്കനൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു കിഴങ്ങ് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു സവോള കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ച് വേവിക്കും. ഇത് 2-ാം പാലാണ്. ഇതൊഴിച്ച് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം. ഇത്തിരി ഗരം മസാല കൂടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ പറ്റിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കും. ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിരുന്നു, അത് അരച്ചെടുത്തതാണ്. ഒന്ന് കൊഴുപ്പും വരും, പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. ഇത് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലോട്ട് ഇത്തിരി ഉള്ളിയിട്ട് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് ഇതിലോട്ടൊന്ന് ഒഴിക്കും. ഇത്തിരി ഉള്ളി, അതോടൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. കറിവേപ്പില ഇടും. അറിയില്ല, ഇത് നമുക്കിതിലോട്ടങ്ങ് ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി അങ്ങ് വാങ്ങാം. നല്ല ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ പാലപ്പം കൂടെ ചുട്ടെടുക്കാം. ചിക്കൻ സ്റ്റൂ ഒക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പാലപ്പം ചുട്ട് നമുക്ക് കഴിക്കാം. പാലപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. ഇത് ഞാൻ അരിയും തേങ്ങയും ചോറും പഞ്ചസാരയും കൂടെ ഇന്നലെ കുതിർത്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ എടുത്ത് അരച്ച് 1 മണിക്കൂറാകുമ്പോൾ പൊങ്ങി വരും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം. പൂ പോലുള്ള പാലപ്പം റെഡിയായി. കണ്ടോ? നമ്മുടെ അപ്പമൊക്കെ റെഡിയായി.
ചിക്കൻ സ്റ്റൂ ചേർത്ത് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.